ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഗുണനിലവാരമുള്ള ഭക്ഷണ വിഭവങ്ങളുടെ വിൽപ്പനയും ശുചിത്വവും ഉറപ്പാക്കാൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഇടപെടൽ. അസോസിയേഷൻ ഏർപ്പെടുത്തിയ സ്ക്വാഡ് കോതമംഗലത്തെ സ്ഥാപനങ്ങളിൽ പരിശോധനയ്ക്കിറങ്ങി. സംഘടനയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു അഭിപ്രായപ്പെട്ടു. ഹോട്ടലുകളിലെ ഭക്ഷണ വിതരണത്തിലെ പോരായ്മകൾക്കെതിരെയുള്ള പരാതികൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. അസോസിയേഷൻ അംഗങ്ങളുടെ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുകയും അപാകതകളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. പരിശോധനയ്ക്കായി ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡിന് രൂപം നൽകിയിട്ടുണ്ട്. ഈ സ്ക്വാഡ് കോതമംഗലത്തെ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി. സംഘടനയുടെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഇതിന് പിന്നിലെന്ന് ജില്ലാ പ്രസിഡന്റ് VT ഹരിഹരൻ പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ സ്ഥാപനം ഹോട്ടൽ, ബേക്കറി, ഭക്ഷണ വിതരണ ഉൽപ്പാദന മേഖലയിൽ ഏറ്റവും വളരെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിക്കുകയും സമൂഹത്തിലുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്ന സംഘടന, ആ ഒരു അംഗങ്ങൾ അത് വ്യക്തമായിട്ട് പരിപാലിക്കണം എന്ന നല്ല ഉദ്ദേശത്തോട് തന്നെയാണ് നമ്മൾ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നത്. കോതമംഗലത്ത് ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡിന്റെ പ്രവർത്തനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു ഉദ്ഘാടനം ചെയ്തു. ഇടപെടൽ മാതൃകാപരമാണെന്ന് അവർ പറഞ്ഞു. എന്നാൽ ചിലതൊന്നും ആ ഒരു കാര്യങ്ങൾ എത്രമാത്രം ഭംഗിയായി ചെയ്യുന്നില്ല എന്നത് പലയിടത്തുനിന്നും ഞങ്ങൾക്ക് പരാതികളുണ്ട്. പലയിടത്തും നേരിട്ട് കണ്ടുള്ള അനുഭവമുണ്ട്. പക്ഷെ ഞാനത് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കുവാനോ ഞാൻ തയ്യാറായിട്ടില്ല. ഞങ്ങളുടെ ആരോഗ്യ വകുപ്പ് പ്രസ്ഥാനം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെക്കുറിച്ച് പല പ്രാവശ്യം ആലോചിക്കുകയും നമുക്കിങ്ങനെ ഒരു കാര്യങ്ങളിൽ ഇൻസ്പെക്ഷൻ നടത്തണം ഉടനെ എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഇൻസ്പെക്ഷൻ നടത്തണമെന്ന് പറഞ്ഞ ആ സാഹചര്യത്തിലാണ് നിങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് നല്ലൊരു സ്ക്വാഡ് ഇവിടെ രൂപീകരിക്കുകയും നിങ്ങൾ തന്നെ ഹോട്ടലുകളിൽ കയറി അത് പരിശോധിച്ച് അതിൻ്റെ രീതികളിൽ കാര്യങ്ങൾ പറയുകയും പോരായ്മയുണ്ടെങ്കിൽ സൂചിപ്പിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം പ്രദർശിപ്പിക്കുകയും ചെയ്യുമെന്ന് നിങ്ങളെടുത്ത തീരുമാനത്തെയാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. KK അശോകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിന്ധു ജിജോ, KT റഹീം, ബൈജു P ഡേവിസ്, KP നാദിർ ഷാ എന്നിവർ പ്രസംഗിച്ചു. CJ ബെന്നി സ്വാഗതവും ആശ ലില്ലി തോമസ് കൃതജ്ഞതയും പറഞ്ഞു. GTV ന്യൂസ്, കോതമംഗലം.